ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വ്ളോഗാണിത്. കഴിഞ്ഞ ദിവസം ഞാനും ഫാമിലിയും കൂടി പഴവങ്ങാടിയിലുള്ള അഗ്രോ സൂപ്പർ ബസാർ ഒന്ന് വിസിറ്റ് ചെയ്തിരുന്നു. അവിടെ കണ്ട കാഴ്ചകളാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ആദ്യം തന്നെ എൻ്റെ കണ്ടുടക്കിയത് ഈ ഒരു പീസ് ലില്ല. നല്ല ഹെൽത്തി ആയിരിക്കുന്ന ആ ഒരു പ്ലാന്റിന് 250 റുപ്പീസാണ് ആ പോട്ടിൽ എഴുതിയിരിക്കുന്നത്. ഇതെല്ലാം ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഇവരിതിങ്ങനെ ഒരു ഷെഡിനകത്താണ് വെച്ചിരിക്കുന്നത്. ഈ ഒരു ഗ്രീൻ ഹൗസ് എഫക്റ്റിൽ ഇതൊക്കെ നന്നായിട്ട് നിൽക്കും. ഈ പ്ലാന്റ്സ് ഒക്കെ കണ്ടോ, നല്ല ഇൻഡോർ പ്ലാന്റ്സ് ആണെല്ലാം. ഇതൊക്കെ പുതിയ സ്റ്റോക്ക് വന്നതാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഇതിന് മുന്നേ വന്നപ്പോൾ ഇത്രയധികം പ്ലാന്റ്സ് ഒന്നുമില്ല. എന്നാൽ പഴയ ചില പ്ലാന്റ്സ് ഇവിടെ കാണുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള കലാത്തിയ പ്ലാന്റ്സ് ഒക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നല്ല അത്യാവശ്യം നല്ല പോട്ടിലൊക്കെ വെച്ചിരിക്കുന്നത് കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. ഈ ഒരു ചെടി കണ്ടോ, ഇതിൻ്റെ പേരെന്താണെന്ന് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് കണ്ടിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷേപ്പ്, അതിൻ്റെ ഇലക്കൊക്കെ നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. ഞാനത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ ചെടികൾക്കിടയിൽ കൂടെ നടക്കുമ്പോഴും ആദ്യം കണ്ണിലോടൊക്കെ ഒരു ചെടി ഉണ്ടായിരുന്നു. അത് വാങ്ങിക്കണമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. ഈ ചെടി തന്നെ, പക്ഷേ അതിനകത്ത് അതിൻ്റെ റേറ്റ് ഇല്ല. അതാണ് ആകെ കൂടി കൺഫ്യൂഷൻ ആക്കിയത്. ഇതിപ്പോൾ ആഗ്രഹിച്ചിട്ട് വാങ്ങാൻ ചെല്ലുമ്പോൾ ഒത്തിരി റേറ്റ് ആവുമെങ്കിൽ പിന്നെ എനിക്ക് വിഷമമാവും. അതുകൊണ്ട് പിന്നെ ഞാനിത് വാങ്ങിക്കണോ വേണ്ടിയോ എന്നുള്ളൊരു രണ്ട് മനസ്സിൽ നിൽക്കുമായിരുന്നു. പിന്നെ നമ്മുടെ കയ്യിലുള്ള കുറേ ചെടികളുടെ കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റ് എന്താണെന്നൊക്കെ ഞങ്ങളിങ്ങനെ നോക്കുമായിരുന്നു. ഇതൊക്കെ മിക്കതും ഇൻഡോർ പ്ലാന്റ്സ് ആണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇതിൻ്റെയൊക്കെ പോട്ടൊക്കെ കാണാൻ നല്ല രസമുണ്ട്. മിക്ക ഇൻഡോർ പ്ലാന്റ്സിൻ്റെയും പോട്ട്സാണ് ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അധികം കോമൺ അല്ലാത്തൊരു മണി പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ കൈവശമുണ്ട്. ഇതിൻ്റെ കട്ടിങ്സ് ഞാൻ നൈബറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇപ്പം നല്ലൊരു പ്ലാന്റായിട്ട് അത് നിൽക്കുന്നത്. ഒരു പ്ലാന്റ് കാണിച്ചു തരാവേ. കണ്ടാൽ നമ്മുടെ പൈനാപ്പിൾ ചെടി കണക്ക് കണ്ടോ, 125 എന്നാൽ ഇതിനകത്ത് റേറ്റ് എഴുതിയിരിക്കുന്നത്. കൊള്ളാമല്ലേ? ചില ചെടികൾ ഇങ്ങനെ ഒരുമിച്ച് ഇരിക്കുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ ചെടി കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പിന്നെ ഈ ചെടികളൊക്കെ മാത്രമല്ല, കുറേ പച്ചക്കറിയുടെയും വാഴയുടെയും പിന്നെ അല്ലാത്ത പ്ലാവിൻ്റെയും മാവിൻ്റെ അങ്ങനെ ഒത്തിരി തൈകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ കുഞ്ഞു കുഞ്ഞു വാഴ തൈകളൊക്കെ 30 രൂപയ്ക്ക്. ഇതിനകത്ത് തന്നെ ഒത്തിരി വെറൈറ്റി ഉണ്ടായിരുന്നു. ഏത്തൻ, റോബസ്റ്റ തന്നെ പച്ച ഉണ്ടായിരുന്നു, മഞ്ഞ ഉണ്ടായിരുന്നു, പിന്നെ കപ്പ വാഴ, അങ്ങനെ ഒത്തിരി അധികം തൈകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ ചെടികളും ഇതിൻ്റെ നെയിം ടാഗ് ഉണ്ടായിരിക്കും. അത് ഇങ്ങനെ ഇംഗ്ലീഷിലും മലയാളത്തിലും പിന്നെ അതിൻ്റെ റേറ്റും കൂടെ എഴുതിയിരിക്കും. 2-3 വെറൈറ്റി മുളകും തൈകൾ വാങ്ങിച്ചിട്ട് ഒരുമിച്ച് വെച്ചതിന് ശേഷമുള്ള അവസ്ഥ ഏതാ. കാരണം മുളകിൻ തൈകളെല്ലാം കാണാൻ ഒരേപോലെ ഇരിക്കുന്നത്. അവസാനം ഇതേതാ വെറൈറ്റി എന്നുള്ള കൺഫ്യൂഷനാണ് കാണുന്നത്. ഈ പ്ലാവിൻ്റെ, മാവിൻ്റെ, റംബുട്ടാൻ ഇതുപോലെയൊക്കെയുള്ള വലിയ വലിയ മരത്തിൻ്റെയൊക്കെ തൈകളൊക്കെ ഇല്ലേ, അതൊക്കെ ഇങ്ങനെ വേറൊരു ഷെഡിനകത്താണ് വെച്ചിരിക്കുന്നത്. അവിടെ നല്ല രീതിയിൽ അവരിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. മിക്ക ചെടികളിലും ഇതിൻ്റെ ഈ നെയിം ടാഗ് ഉണ്ടായിരിക്കും. ഏതാ വെറൈറ്റി, ചിലപ്പോൾ അതിൻ്റെ ഫോട്ടോസ് ഉണ്ടായിരിക്കും, അതിൻ്റെ ഫ്രൂട്ട്സിൻ്റെ ഫോട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ റേറ്റൊക്കെ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ടായിരിക്കും. മിക്കതുമൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളതൊക്കെ നോക്കിയെടുക്കാൻ സൗകര്യത്തിന് ഇതെല്ലാം ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇപ്രാവശ്യം പോയപ്പോൾ ഇതുപോലുള്ള തൈയൊന്നും എടുക്കാനുള്ള ഒരു പ്ലാൻ ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ 1-2 തൈകളൊക്കെ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെറൈറ്റിയൊക്കെ ഏതൊക്കെയാണെന്ന് ഇങ്ങനെ നോക്കുമായിരുന്നു. അങ്ങനെ ചെടികളൊക്കെ നോക്കി നടന്നിട്ട് അവസാനം നമ്മൾ കുറച്ച് വിത്തുകളുടെയൊക്കെ സെക്ഷനിൽ വന്നിരിക്കുകയാണ് കേട്ടോ. കുറേ പച്ചക്കറികളുടെയൊക്കെ വിത്തുകൾ ഇങ്ങനെ അവർ പേരൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ ബോക്സുകളിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു ചെടിച്ചട്ടികളുടെയൊക്കെ ഈ വലിപ്പം നോക്കി എന്തോരം വലുതാണ്. ഇതിൻ്റെയൊക്കെ റേറ്റൊക്കെ ഇതിനകത്ത് അവരിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം തന്നെ നല്ല വലിപ്പമുണ്ട്. നമ്മളതിൻ്റെ അടുത്തിരിക്കുമ്പോഴേ മനസ്സിലാവുന്നത് ഇതിൻ്റെ വലിപ്പം എന്താണെന്ന്. ഇത് ഒത്തിരി പോട്ട്സ് ഉണ്ട്. പിന്നെ അല്ലാതെ നമുക്ക് ഈ ബ്ലാക്ക് കളറിലുള്ള ഒരു മീഡിയം സൈസ് പോട്ട്സ്, അങ്ങനെ പല പല സൈസിലുള്ള പോട്ട്സ് ഉണ്ട് കേട്ടോ. ഇൻഡോർ, ഔട്ട്ഡോർ. ഇതൊക്കെ ഇൻഡോർ ആയിട്ടുള്ള പോട്ട്സാണ്. ഇതിൻ്റെയൊക്കെ ഒരു ഡിസൈൻ നോക്കി നല്ല രസമുണ്ട്. ഇത് ഒത്തിരി ഹാങ്ങിങ് പോട്ട്സ് അല്ല, ഈ മെറ്റൽ വരുന്ന ഹാങ്ങിങ് പോട്ട്സ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിൽ ഹാങ്ങിങ്ങിൻ്റെ ഈ പോർഷൻ ഫുള്ളി പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ ഇത് 20+ റുപ്പീസാണ്. ഇതിപ്പോൾ മഴയത്തൊക്കെ ഇട്ടാൽ അങ്ങനെ തുരുമ്പിച്ച് പോകുമെന്ന് നമുക്ക് അധികം പേടിക്കണ്ട. പിന്നെ വിത്തൊക്കെ പാകുന്ന
കാണുന്ന ട്രേ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പല പല സൈസുണ്ടായിരുന്നു. പിന്നെ ചെടിച്ചട്ടികളുടെ ഒരു ബഹളം തന്നെയായിരുന്നു. പല പല സൈസിൽ, നിറത്തിൽ, റേറ്റിൽ, ഡിസൈനിൽ, അങ്ങനെ ഒത്തിരി അധികം ചെടിച്ചട്ടി ഉണ്ടായിരുന്നു. പിന്നെ എനിക്കിവിടെ ഇഷ്ടപ്പെട്ട ഒരു സാധനം ഉണ്ട് കേട്ടോ. ഇതാണ് ആ സാധനം. നമ്മൾ ഈ പൂന്തോട്ടത്തിലൊക്കെ ഇങ്ങനെ ഭംഗിക്ക് ഇങ്ങനെ വേലിയൊക്കെ കെട്ടിത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ്. ഇതിപ്പോൾ പ്ലാസ്റ്റിക്കിൽ വരുന്ന സാധനമാണ് കേട്ടോ. ഇത് 2 കളറിലുണ്ടായിരുന്നു, വൈറ്റും പിന്നെ ഇത് ഈ ബ്രൗണും. ഈ സംഭവം ഞാൻ ഓൺലൈനായിട്ട് ഇങ്ങനെ യൂട്യൂബിലൊരു വീഡിയോ കണ്ടിരുന്നു. അപ്പോഴേ വിചാരിച്ചു ഇതൊരെണ്ണം വാങ്ങിക്കണമെന്ന്. ഈ സാധനം കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലായോ? ആദ്യം എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഞാൻ അതിൻ്റെ ആ പ്രൈസ് ടാഗിൻ്റെ അവിടെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതൊരു ഫ്ലവർ വേസ് ആയിരുന്നു എന്ന്. പിന്നെ ഇതൊരു ഹാങ്ങിങ് പോട്ടാണ് കേട്ടോ. ഇതും ആദ്യം കണ്ടപ്പോൾ എനിക്ക് പിടിയിട്ടില്ല. നോക്കി നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷേപ്പ്, അത് 2 കളേഴ്സിലുണ്ടായിരുന്നു. പിന്നെ ഈ ബേസിൻ നോക്കി, സാധാരണ ഇപ്പോൾ എല്ലാവരും ആമ്പലും താമരയൊക്കെ വളർത്താനായിട്ട് ഇതുപോലുള്ള ബേസിൻസൊക്കെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ നല്ല കട്ടിയൊക്കെ ഉള്ളൊരു ബേസിനായിരുന്നു. ഇതിൻ്റെ റേറ്റൊക്കെ അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ പല പല സൈസിലുള്ള ചെടിച്ചട്ടികൾ. ആദ്യമേ പറഞ്ഞല്ലേ, ഇതൊന്നും എനിക്ക് എടുത്ത് പൊക്കാൻ പോലും പറ്റുന്നുണ്ടല്ലോ, അത്രയ്ക്ക് വലിപ്പമുണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴേ മനസ്സിലാവും ഇതിൻ്റെയൊക്കെ വലിപ്പം എത്രയാണ്. ഈ ഒരു പോട്ട് കണ്ടോ, ഇത് ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ട്. മറ്റേ ചകിരി നാരൊക്കെ വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന കണക്കത്തെ പോട്ട്സ്. അതെന്താ കറക്റ്റ് അതിൻ്റെ മെറ്റീരിയലൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷെ നല്ല രസമുണ്ട്. പക്ഷെ അതിനകത്തൊക്കെ എങ്ങനെയാണ് ചെടി നടുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇതിനെക്കുറിച്ചൊക്കെ നമ്മളിനി നോക്കണം. നമുക്കറിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ നിറയെ ചെടികളുടെയൊക്കെ വിത്തുകളൊക്കെ ഉണ്ട്. പലതര വെറൈറ്റി ആയിട്ടുള്ള ചെടികളൊക്കെയാണ് കേട്ടോ. മിക്ക പൂച്ചെടികളുടെയും വിത്തുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ആ പൂച്ചെടികൾ മാത്രമല്ല, പച്ചക്കറിയുടെയൊക്കെ ഉണ്ട്. ഇവരിങ്ങനെ ബോക്സുകളിലൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക. ഇത് ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് കണ്ട നമ്മുടെ ഈ ചെടിച്ചട്ടികളും പിന്നെ ഈ വിത്തുകളും വളങ്ങളും ഒക്കെ വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ പച്ചക്കറി വിത്തുകളൊക്കെയാണ് ഇതിനകത്ത് മുളക്, പയർ, പാവൽ, അങ്ങനെ പലതും മിക്സ് ചെയ്താണ് കിടക്കുന്നത്. നമുക്ക് നോക്കിയെടുത്താൽ മതി. പിന്നെ മിക്കവാറും തന്നെ ഇതെല്ലാം നല്ല അഫോർഡബിൾ റേറ്റിലൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്നോ, ഇവിടെ വരുന്നത് മിക്കവാറും തന്നെ കുറച്ച് പ്രായമായ ആൾക്കാരാണ് കൂടുതലും വരുന്നത്. വളരെ ചെറുപ്പക്കാരെയൊന്നും ഞാൻ അങ്ങനെ കൂടുതലായിട്ട് കണ്ടില്ല. അപ്പോൾ മിക്കവാറും തന്നെ എനിക്ക് തോന്നുന്നു റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ അവരിങ്ങനെ കൂടുതൽ ഫാമിങ്ങിനും കൂടുതൽ ഗാർഡനിങ്ങിനൊക്കെ വേണ്ടി എടുത്തിരിക്കുന്ന ആളുകളാണെന്ന് തോന്നുന്നു. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് എടുത്തു കൊടുക്കാനും പിന്നെ അവർക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് തന്നെ നോക്കി എടുക്കാനും ഒക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്താണ് ഇവർ വെച്ചിരിക്കുന്നത്. പിന്നെ സ്റ്റാഫും ആണെങ്കിൽ അത്യാവശ്യം നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. കാരണം നമ്മൾ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ചോദിച്ചാൽ അവർ നന്നായിട്ട് നമുക്ക് പറഞ്ഞു തരും. പിന്നെ അവരുടെ തിരക്കും കൂടെ നമ്മൾ പരിഗണിക്കണമെന്നേ ഉള്ളൂ. അവരിപ്പം നല്ല തിരക്കുള്ള ഒരു പണിയിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് അവരുടെ അടുത്ത് ചോദിച്ചാൽ മതി. അപ്പോൾ അവർ നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ പ്രോഡക്ട്സിന് മിക്കവാറും എല്ലാവർക്കും യൂസ്ഫുള്ളാകുന്ന ഒരു പ്രോഡക്റ്റാണെന്ന് തോന്നുന്നു. കാരണം ഈച്ചയും കൊതുകിനെയും ഉറുമ്പിനെയൊക്കെ ഓടിക്കുന്ന ഹെർബലായിട്ടുള്ള പ്രോഡക്റ്റ്സ് എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണ്, ഇത് ഉപയോഗിക്കുമ്പോൾ എടുക്കേണ്ട സേഫ്റ്റി പ്രിക്കോഷൻസ് എന്തൊക്കെയാണെന്നും ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഇതിനകത്ത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ച് നോക്കിയിട്ട് വേണം നമ്മളിതൊക്കെ വാങ്ങി ഉപയോഗിക്കാനായിട്ട്. ഇത് പലതരത്തിലുള്ള പ്രൊഡക്ട്സുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നത്, അല്ലാതെ സ്പ്രേ ചെയ്യുന്നത്, പിന്നെ അല്ലാതെ നമുക്ക് ഈ ഗുഡ് നൈറ്റ് പോലെ യൂസ് ചെയ്യുന്ന അതിൻ്റെ പലതരം റീഫിൽസ്, അങ്ങനെ ഒത്തിരി തരം പ്രോഡക്ട്സ് ഇവിടെ കണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി പേരെയൊക്കെ പരിചയപ്പെട്ടല്ലേ. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേരെയൊക്കെ ഞങ്ങളുടെ കൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ആരാണെന്ന് അടുത്ത വീഡിയോയിൽ പറയാം. പിന്നെ ഇനി ഒരാളെ കൂടി കാണിക്കുന്നുണ്ട്, കാണാതെ പോലെ. ഇവനാണ് ആൾ. ഇവൻ്റെ കണ്ണുണ്ടോ, ടെഡി ബിയറിനെ പോലെയൊക്കെയുള്ള 2 നല്ല കണ്ണൊക്കെ ഉണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, ബൈ.